എല്ലാവർക്കും നമസ്കാരം. സെൻസെക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ റിക്കവറി സസ്റ്റൈനബിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള സമയമാണോ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമാണോ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതുപോലെ വീണ്ടും ഒരു ഫോളോ വീണ്ടും വരും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 9 days എക്സാക്ട്ലി 10 days മുമ്പിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവറി കാണിക്കുന്ന സയൻസ് ഏത് ലെവലിൽ റിക്കവർ ചെയ്യും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെയാണ് ഒരു കഴിഞ്ഞ 10 days പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലത്തെ വീഡിയോസാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, എക്കോണമി, പിന്നെ പോഡ്കാസ്റ്റ്, ഓണ്ടർപ്രണർഷിപ്പ്, അങ്ങനത്തെ പല കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ അത് ചെയ്യുന്നത്. ഇങ്ങനത്തെ കോണ്ടന്റ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് റിക്കവർ ചെയ്ത് വരുന്നതും മാർക്കറ്റ് റിക്കവറിയുടെ സ്ട്രെങ്ത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും ഇവിടുന്ന് അങ്ങോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ലെവൽസിൽ മാർക്കറ്റിനെ കാണാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആസ് യൂഷ്വൽ സ്ക്രീനിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് റിക്കവറി ഇവിടെ നോക്കൂ. ഒരു എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് റിക്കവർ ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോസ് ടു 7.2% ഇന്നത്തെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ആസ് ഓൺ ടുഡേ, ദാറ്റ് ഇസ് 24 March ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 7.2% മാർക്കറ്റ് റിക്കവറി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചാനൽ ബേസിക്കലി ഫോം ചെയ്തായിരുന്നു. ഈ ഒരു കറക്ഷൻ്റെ ചാനൽ ഇങ്ങനെ ഫോം ചെയ്ത് വരുമായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് ആ ചാനൽ എന്ന് പറയുന്നത്. ഈ ഒരു ചാനൽ എക്സാക്ട്ലി മാർക്കറ്റ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ഏരിയയിൽ വെച്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലെവൽസ് വളരെ ക്രിട്ടിക്കലായിട്ട് ഹോൾഡ് അപ്പ് ചെയ്യുമായിരുന്നു, 22,700 ലെവൽസ്. നമ്മൾ ആ ലെവൽസ് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ലെവൽസ് 21,900 വളരെ ക്രൂഷ്യലാണെന്ന് പറയുണ്ടായി. അപ്പോൾ അതുപോലെ അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് നമ്മൾ റിക്കവർ ചെയ്ത് വരികയാണ്. 7% ആണ് സെൻസെക്സ് റിക്കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഹോളിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി തുടങ്ങി. പക്ഷേ അത് ഒരു 100% റിക്കവറി ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ ചാനൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ന്യൂസ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മോൾ ക്യാപ്പ് ആണ്. നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ക്ലോസ് ടു 14% റിക്കവർ ചെയ്തിട്ടുണ്ട്. 13-14% സ്മോൾ ക്യാപ്പ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നതും ഏകദേശം 12%ഓളം 11-12% മിഡ് ക്യാപ്പും റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ഇനി FIIസിന്റെ ഡേറ്റ നോക്കാം. FIIs തിരിച്ചു വരാതെ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു റിക്കവറി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കാലത്ത് FIIസിന്റെ ഡിപ്പെൻഡൻസി ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നായിരുന്നു. ഇഫ് യു റിമെമ്പർ 2018-19 FIIസിന്റെ ഒരു 100% ഡിപ്പെൻഡൻസി ആയിരുന്നില്ല. നമ്മൾ FIIs വന്നാലും പോയാലും DIIസിന്റെ നല്ല രീതിയിൽ ഒരു പാർട്ടിസിപ്പേഷൻ കാണുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറന്റ് FIIസിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 21st Marchനെയും 20th Marchനെയും FIIs നെറ്റ് പർച്ചേസേഴ്സ് ആയിരുന്നു 7,000 crores ആണ് 21st Marchന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫെബ്രുവരിയുടെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സ്, എവറി ഡേ ഇഫ് യു സീ, ഓൾമോസ്റ്റ് എവറി ഡേ ഇഫ് യു ജസ്റ്റ് ടേക്ക് ഓഫ് ദിസ് വൺ ഡേ ആൻഡ് ദിസ് വൺ ഡേ, എല്ലാ ഡേയ്സും FIIs ഫുൾ ഓൺ സെല്ല് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. 2,25,000 crores ആണ് ശരിക്കും FIIs കഴിഞ്ഞ ഒരു 5 months മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി FIIs തിരിച്ച് മാർക്കറ്റ് വരണമെങ്കിൽ എന്തൊക്കെ ഡേറ്റയാണ് നമുക്ക് നോക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഡേറ്റ എന്ന് പറയുന്നത് FIIs തിരിച്ചു വരാൻ കാരണം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഈ ഒരു ഈൽഡ് താഴത്തേക്ക് വരുംതോറും FIIs തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ ഈ 4.2% വരെയാണ് ഇപ്പോൾ ഈൽഡ് വന്ന് നിൽക്കുന്നത്. 4.8% ഈ 4% താഴത്തേക്ക് ഈൽഡ് പോവുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്ട്രോങ്, വെരി ഗുഡ് സൈൻ ദാറ്റ് ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു റിക്കവർ ഇൻ എ വെരി വെരി പോസിറ്റീവ് വേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് നല്ല രീതിയിൽ വാച്ച് ചെയ്യണം, നല്ലതായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് റുപ്പിയുടെ സിറ്റുവേഷൻ നോക്കാം. റുപ്പി ആക്ച്വലി 1 month നമുക്ക് ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1% സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ റുപ്പിയുടെ സ്ട്രെങ്തനിങ്ങും US ഡോളറിന്റെ ഒരു ഭയങ്കരമായിട്ടൊരു ക്രേസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ് ഈ ഒരു 1% റുപ്പി സ്ട്രെങ്തനിങ് ആൻഡ് US ഡോളർ വീക്കനിങ് ആസ് അഗെയിൻസ്റ്റ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഒരു കാര്യമാണ്. കാരണം FIIs ബേസിക്കലി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത് എന്താണ്? ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര റിട്ടേൺസ് ഉണ്ടാക്കും എന്നാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ റിട്ടേൺസ് ഉണ്ടാക്കിയാലും അത് എത്ര ടാക്സ് പേ ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. തേർഡ് തിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി തിരിച്ചവർ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഡിപ്രിസിയേഷൻ ഇന്ത്യൻ റുപ്പിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 3 കാര്യം അലൈൻഡ് ആയി വന്നാൽ മാത്രമാണ് FIIs ഫുള്ളി തിരിച്ചു വരുള്ളൂ. ഇത്രയും വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ഓൾസോ ഇറ്റ് ഗിവ്സ് മീ മോട്ടിവേഷൻ ടു ഡു മോർ കോണ്ടന്റ്. ഇനി FIIs എന്തുകൊണ്ട് തിരിച്ചു വരണം എന്ന് നമ്മുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ബോക്സിൽ
ബോക്സിൽ കമന്റ് ചെയ്യുക. ഡു യു തിങ്ക് ദി FII is going to completely come back to the market and lead to a V-shaped recovery ആണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ at the same time do you feel that the market is going to be more volatile? അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 6.1% 3.6%ലേക്ക് ഫോൾ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് സൈൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6.25% 6.2%ലേക്ക് ഫോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ചാൻസസ് ഓഫ് ദാറ്റ് ടു ഫർദർ ഫോൾ ഇസ് വെരി ഹൈ ലൈക്ലി ആസ് ദ ഇൻഫ്ലേഷൻ ഇസ് ഇൻ കൺട്രോൾ. ഈ സ്റ്റെപ്പ് മുകളിലേക്ക് കയറി പോയ പോലെ അതേ സ്റ്റെപ്പ് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞു FIIs 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഇന്ത്യൻ മാർക്കറ്റിലുള്ള എത്ര റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. 2, ടാക്സേഷൻ. ഇപ്പോൾ ലെറ്റ്സ് സേ ഇന്ത്യൻ മാർക്കറ്റിൽ 10% ആണ് FIIs ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ടാക്സേഷൻ FIIs നെറ്റ് ടാക്സേഷൻ 1.3% ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 10% ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുമ്പോൾ 1.3% ടാക്സ് കൊടുക്കണം. അപ്പോൾ 1.3 10 മൈനസ് ചെയ്താൽ 8.7% ആണ് നമുക്കുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യും. മുമ്പ് നമ്മൾ ഡേറ്റ കണ്ട പോലെ ഇത് നോക്കൂ. അപ്പോൾ ഒരു 1 ഇയർ ഡേറ്റ എടുക്കുകയാണെങ്കിൽ 3% നമ്മൾ ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ 8.7% ആണ് പറഞ്ഞത്. അതിനകത്ത് 3% ഡിഡക്ട് ചെയ്താൽ എത്ര 5.7% ആയി. അപ്പോൾ 5.7% വേണ്ടി എന്തിനാണ് FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? when the US dollar was available at 4.8%, 4.9% വരെ അല്ലെങ്കിൽ 5% വരെ US ഡോളറിൽ അവർക്ക് ഒരു കുഴപ്പമില്ലാതെ കറൻസി ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ അവൈലബിൾ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ക്രിട്ടിക്കൽ ഫാക്ടർ വാല്യുവേഷൻ കൂടിയാണ്. ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ വാല്യുവേഷൻ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 14-15% ഇന്ത്യൻ മാർക്കറ്റിന് ഇയർ ഓൺ ഇയർ ബേസിസിൽ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്ന് FIIs കാണുകയാണെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയലും ഇന്ത്യൻ മാർക്കറ്റിൽ ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പൈസ വരലും അറ്റ് ദ സെയിം ടൈം ഈ ടാക്സിൽ ഒരു കറക്ഷൻ ചെയ്തല്ലോ, 12 lakhs വരെ ടാക്സ് ഇല്ല എന്നുള്ളൊരു പോയിന്റും പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കൺസംഷൻ കൂടുതലും ഉള്ളൊരു ഇൻഡിക്കേഷൻസ് ആണ് ഇതൊക്കെ. ഈ ഇൻഡിക്കേഷൻസ് ഒക്കെ കാരണം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ 14-15% ഈ ഫിനാൻഷ്യൽ ഇയറിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി FIIs ആർ ഗോയിങ് ടു കം ബാക്ക്. ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ USന്റെ മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയണം എന്നുള്ളത് വളരെ ഇംപറേറ്റീവ് ആണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ US മാർക്കറ്റ് ടു കട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഡൊണാൾഡ് ട്രംപ് ടാരിഫ് കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇവൻച്വലി ഫോർ ഹിം ടു സേവ് ദി എക്കോണമി the interest rate has to come down. When the interest rate in the US comes down, it means the US bond yield also comes down. അപ്പോൾ അതുപോലെ തന്നെ FIIs നമ്മൾ എമർജിംഗ് മാർക്കറ്റിലേക്ക് തിരിച്ച് പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ചെറിയൊരു കറക്ഷൻ നമ്മൾ മുമ്പ് കണ്ട പോലെ ഈ ഒരു നിഫ്റ്റി ചെറിയൊരു കറക്ഷൻ ഈ ഏരിയയിൽ വരുമെങ്കിലും ഐ ഫീൽ ദർ ഇസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് മാർക്കറ്റ് ഗ്രോത്ത്. ചെറിയ കറക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിലൊരു മാർക്കറ്റ് ഗ്രോത്ത് നമുക്ക് 25-26 കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് നിങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനൊന്നുമല്ല, ഡിസ്ക്ലെയിമർ നന്നായിട്ട് വായിക്കുക. അതേപോലെ നിങ്ങളുടെ സ്വന്തം റിസർച്ചിൽ മാത്രം ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ടെക്നിക്കൽസ് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്ലിയർലി ഷോസ് ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു ഗോ all the way up to 24,400 ലെവൽസ് ആൻഡ് ഫ്രം ദെയർ മേ ബി അവിടെ ഒരു അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ആ ലെവൽസിൽ കാണുന്നുണ്ട്. സോ വി കൻ എക്സ്പെക്ട് ദ മാർക്കറ്റ് നിഫ്റ്റി ടു ഗോ അപ്പ് ടു 24,400 ലെവൽസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൗണ്ട് ഇറ്റ് എഫക്റ്റീവ്, ഇഫ് യു ഫൗണ്ട് ഇറ്റ് യൂസ്ഫുൾ, ഷെയർ ടു ഓൾ യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അതുപോലെ കോമെന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക as to what are the things that you liked about this video and what are the improvements that I could do to improve my video quality as well. So thank you so much once again. Thomas signing off. Bye bye.